കാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പിറവം നഗരസഭയിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ആരോഗ്യ മേഖലകൾക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകുന്നതോടൊപ്പം പൊതുമാർക്കറ്റ് നവീകരണവും പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന വിപുലമായ പദ്ധതി രേഖയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു സെമിനാർ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന വികസന സെമിനാർ എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വയോജന സംരക്ഷണത്തിന് കൂടുതൽ പ്രോമിനൻസ് നൽകിക്കൊണ്ടായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് അവർക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവണം, അവർക്കൊരു ഹെൽത്ത് സെക്യൂരിറ്റി ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരിരക്ഷ അവർക്കും കൂടി ലഭിക്കുക എന്നത് ഒരു വികസിത സമൂഹം എന്ന് നമ്മൾ പറയുമ്പോൾ അത് എല്ലാ തരങ്ങളിലുമുള്ള ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തി പോകുന്നതിനാണ് നമുക്ക് അതിനെ കൂടുതൽ കൃത്യതയോടെ നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. കാർഷിക ആരോഗ്യ മേഖലകൾക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി പൊതുമാർക്കറ്റ് നവീകരണത്തിനും പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുമുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയ കരട് പദ്ധതി രേഖയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഈ വരാൻ പോകുന്ന കാലയളവ് 2026-27 വാർഷിക പദ്ധതികൾ നാം രൂപീകരിക്കുമ്പോൾ നമുക്കിപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു നഗരസഭ എന്നുള്ള നിലയിലേക്ക് എത്തിപ്പെടേണ്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പിറവത്തെ മുനിസിപ്പൽ അങ്കണത്തിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പുകളിൽ വിവിധ മേഖലകളായി തിരിഞ്ഞു നിന്ന് ചർച്ച നടത്തിയപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ, പദ്ധതികൾ, അഭിപ്രായങ്ങൾ എല്ലാം അവിടെ ഉയർന്നു വന്നു. യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നമ്മ ഡോമി സ്വാഗതം പറഞ്ഞു. പിറവം നഗരസഭയെ നമ്മൾ കാർഷിക മേഖലയെ നോക്കിക്കാണുമ്പോൾ പിറവവും കക്കാടും കളപ്പൂരും മുളക്കുളവും ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ പാടശേഖരം തന്നെ നമുക്കുണ്ട്. ഈ പാടശേഖരങ്ങളെല്ലാം 2018 വരെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ കൃഷി ചെയ്തു പോയിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരുൺ കല്ലറയ്ക്കൽ പദ്ധതി വിശദീകരിച്ചു. പിറവം ഒരു നഗരസഭയായി രൂപീകൃതമായെങ്കിലും ഇന്നും പിറവത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ആ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ നഗരവൽക്കരണത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആ ഗ്രാമാന്തരീക്ഷത്തിന്റെ ഭംഗിയും സൗന്ദര്യവും നഷ്ടപ്പെടാതെ ആയിരിക്കണം നമ്മുടെ വികസന ചിന്തകൾ എന്നുള്ളതാണ് നഗരസഭാ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ നഗരവൽകൃതമായ വികസന ചിന്തകളിലേക്ക് കൂടി കടന്നു പോയിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാകും ഈ ഭരണസമിതി ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ വിവിധ മേഖലകളിൽ, ഉൽപാദന മേഖലയിൽ കൃഷിയും അനുബന്ധ മേഖലകൾക്കുമായി 82,34,950 രൂപ ഭാവനം ചെയ്തിട്ടുള്ള മൃഗസംരക്ഷണവും ക്ഷീരവികസനത്തിനുമായി 43,53,000 രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനായി 7 ലക്ഷം രൂപയും വകയിരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും വാർഡ് സഭകളിൽ നിന്നും വന്ന പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എംഎൽഎയും ചെയർമാനും മറുപടി നൽകി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും മുൻ നഗരസഭാ സെക്രട്ടറിയുമായ പി.ആർ. മോഹൻകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയ്സൺ പുളിക്കൽ, അഡ്വക്കേറ്റ് ഷിബു തോമസ്, വത്സല വർഗീസ്, ജിൻസി രാജു, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ജൂലി സാബു, ഉണ്ണി വല്ലയിൽ, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.